സുധാകരന് വഴങ്ങി ഹൈക്കമാൻഡ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകും. ഇടപെട്ടത് ആന്റണിയും രമേശ് ചെന്നിത്തലയും. വാർത്താ സമ്മേളനം മാറ്റിവെച്ച് സുധാകരൻ. പടക്കം പൊട്ടിച്ച് സുധാകരൻ അനുകൂലികൾ. സ്ഥാനാർത്ഥി ആവശ്യം കടുപ്പിച്ച് അടൂർ പ്രകാശ്. മത്സരിക്കാനില്ലെന്ന FB പോസ്റ്റ് പിൻവലിച്ചു. സുധാകരനുള്ള അർഹത തനിക്കുമുണ്ടെന്ന് അടൂർ പ്രകാശ്. നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു. സ്വതന്ത്രനായി മത്സരിക്കാൻ എൽദോസ് കുന്നപ്പള്ളി. സീറ്റ് നിഷേധിക്കുന്നത് നീതികേട്. PK ശശിക്ക് സീറ്റ് നൽകിയല്ലോ എന്ന് ചോദ്യം. നോമിനേഷൻ പൂരിപ്പിക്കൽ കഴിഞ്ഞെന്ന് ദീപ്തി മേരി വർഗീസ്. തൃക്കാക്കര ചോദിച്ചെന്നും മറ്റൊരോപ്ഷനാണ് പാർട്ടി പറഞ്ഞതെന്നും ദീപ്തി. കോൺഗ്രസിലെ തർക്കങ്ങളെ പരിഹസിച്ച് CPM. സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് MV ഗോവിന്ദൻ. കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമെന്ന് പരിഹാസം. സംസ്ഥാനത്ത് ആദ്യം പത്രിക നൽകി മുഖ്യമന്ത്രി. ധർമ്മടത്ത് പത്രിക നൽകിയത് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിൽ. പിണറായി വിജയന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ അധികൃതർ. നിലപാട് തിരുത്തി G സുധാകരൻ. മൂന്നാം ഊഴം മുഖ്യമന്ത്രിയാകുമെന്ന പിണറായിയുടെ സ്വപ്നം വിഫലമെന്ന് പരാമർശം. CPM നേതൃത്വം രാഷ്ട്രീയമായി പരാജയപ്പെട്ടു. കോൺഗ്രസ് രാഷ്ട്രീയമായി വിജയിക്കുന്നുവെന്നും G സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കണ്ണൂരും തിരുവനന്തപുരം സെൻട്രലും ഒഴിച്ചിട്ട് BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ, ML അശ്വിനി കാസർഗോഡ്, B ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ. RJDയിൽ പൊട്ടിത്തെറി. V സുരേന്ദ്രൻപിള്ള പാർട്ടി വിട്ടു. 2 പാർട്ടികളിൽ നിന്ന് ഓഫർ ഉണ്ടെന്ന് സുരേന്ദ്രൻപിള്ള. ഇനി അറിയേണ്ടത് ഇടത്തേക്കോ BJPയിലേക്കോ എന്ന്. കോണി കൈവിടാതെ അബ്ദുറഹ്മാൻ രണ്ടത്താണി. മുസ്ലിം ലീഗിൽ തുടരും. അനുനയിപ്പിച്ചത് പാണക്കാട് തങ്ങൾ. വിഷയങ്ങൾ നേതൃത്വത്തെ അറിയിച്ചെന്ന് രണ്ടത്താണി. ലോകം കടുത്ത ഇന്ധനക്ഷാമത്തിലേക്കോ? എണ്ണ വാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാനും ഇസ്രായേലും. ഇറാൻ എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്ന് ഖത്തർ. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വൈറ്റ് ഹൌസിനോട് 20,000 കോടി രൂപ ആവശ്യപ്പെട്ട് പെന്റഗൺ. യുദ്ധഭീതിയിൽ തകർന്നടിഞ്ഞ വിപണികൾ. സെൻസസ് 1700-ലധികം പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റിയിലും തകർച്ച. സ്വർണ്ണവില കുറഞ്ഞു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ശിക്ഷാവിധി ഉടൻ. പ്രതി സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. വിധി പറയുന്നത് കൊല്ലം സെഷൻസ് കോടതി. വീട്ടിൽ അമ്മ മാത്രമാണുള്ളതെന്നും പ്രായശ്ചിത്തത്തിന് അവസരം നൽകണമെന്നും പ്രതി. കോൺഗ്രസിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനിയും 37 സീറ്റുകളിലെ പ്രഖ്യാപനം ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് കണ്ണൂരിൽ K സുധാകരന് മത്സരിക്കുവാനുള്ള അനുവാദം ഹൈക്കമാൻഡ് നൽകുകയാണ്. ഹൈക്കമാൻഡ് സുധാകരന് മുന്നിൽ അടിയറവ് പറയുന്നുവെന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത്. അതേസമയം സുധാകരന് മത്സരിക്കാൻ അനുവാദം കിട്ടിയാൽ തനിക്കും വേണമെന്ന നിലപാടിലേക്ക് കോന്നിയിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന അടൂർ പ്രകാശും സമ്മർദ്ദം ചെലുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ സുധാകരനും അടൂർ പ്രകാശിനും ഒരേ സമയം മത്സരിക്കുവാൻ ഹൈക്കമാൻഡ് അനുമതി കൊടുക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ എപ്പോൾ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. AK ആന്റണിയുടെ ഇടപെടലാണ് സുധാകരന് അനുകൂലമായത്. ആന്റണി K സുധാകരനുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് K സുധാകരൻ വാർത്താ സമ്മേളനം വേണ്ടെന്ന് വെച്ചത്. കണ്ണൂർ ജില്ലയിൽ ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് K സുധാകരനെന്ന് AK ആന്റണി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. സുധാകരൻ തീർച്ചയായും മൂന്നാമതൊരിക്കൽ കൂടിയുള്ള ഒരു പിണറായി ഭരണം കേരളത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തില്ല.
എന്നാണ് എൻ്റെ ഉറപ്പ്. ചോദ്യോത്തരമൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അല്ല, ഞാൻ പറയത്തില്ല. ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞത് ശരിയല്ല. AK ആന്റണി കെ സുധാകരനുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. പക്ഷേ കെ സുധാകരന് മത്സരിക്കുവാനുള്ള അനുവാദം ഹൈക്കമാൻഡ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കോന്നിയിൽ പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിക്കുമെന്നാണ് അടൂർ പ്രകാശ് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പക്ഷേ പിന്നീട് പോസ്റ്റ് അടൂർ പ്രകാശ് പിൻവലിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പട്ടിക വരികയാണെങ്കിൽ അത് എപ്പോൾ വരുമെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. പലയിടങ്ങളിലും തർക്കം തുടരുകയാണ്. ദീപ്തി മേരി വർഗീസ് മത്സരിക്കണമെന്ന ആഗ്രഹം തുറന്നു പറഞ്ഞു. നോമിനേഷൻ പൂരിപ്പിക്കുന്ന തിരക്കിലാണ്. പൂരിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്. എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഹൈക്കമാൻഡിന് മേൽ പല വിധത്തിലുള്ള സമ്മർദ്ദം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ, ആർ കിരൺ ബാബു എന്നിവർ ചേരുകയാണ്. ഡാൻ, കണ്ണൂരിൽ സുധാകരൻ എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിച്ച് പറയാവുന്ന ഒരു നിലയാണോ ഉള്ളത്? ഇന്നലെ രാത്രിയിലെ സമവാക്യമല്ല ഇന്ന് നേരം പുലർന്നപ്പോൾ ഉണ്ടായത്. എന്താണ് ഈ ട്വിസ്റ്റുകൾ തുടർച്ചയായി വരുന്നതിന് കാരണം? ഈ ദിവസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് എംപിമാരാരും മത്സരിക്കേണ്ട എന്നൊരു നിലപാട് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ CEC അംഗങ്ങളെ ഇന്നലെ രാത്രി വൈകി അറിയിക്കുന്നത്. അതിന് പിന്നാലെയാണ് കെ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയേക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ നിന്ന് തന്നെ മത്സരിച്ചേക്കും, ജനവിധി തേടിയേക്കുമെന്ന സാഹചര്യം എത്തിയതോടെ അദ്ദേഹത്തോട് ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായി വർഷങ്ങളായി കൂടെയുള്ള നേതാക്കൾ, അണികൾ അവർ രാവിലെ മറ്റൊരു യോഗം ചേർന്ന് ഏത് തരത്തിലായിരിക്കണം തുടർ നീക്കങ്ങൾ എന്ന കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായതോടെയാണ് സംസ്ഥാനത്തെ തലമുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി കെ സുധാകരനെ ഫോണിൽ വിളിച്ച് ഒരു തരത്തിലുള്ള പ്രകോപനപരമായ ഇടപെടലുകളും ഉണ്ടാകാൻ പാടില്ല, മൂന്നാം തുടർ ഭരണത്തിന് അവസരമൊരുക്കുന്ന ഒരു നടപടികളും സ്വീകരിക്കരുതെന്ന നിർദ്ദേശം AK ആന്റണി കെ സുധാകരന് നൽകുന്നത്. അതിന് പിന്നാലെ പ്രചരണ സമിതി അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല കെ സുധാകരനെ ഫോണിൽ വിളിച്ച് അനുനയ നീക്കത്തിന് തയ്യാറാകണം, ഒരു തരത്തിലും ഒരു പ്രകോപനങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയായിരുന്നു. അങ്ങനെയാണ് കെ സുധാകരന് മുൻപിൽ ആദ്യം നേതൃത്വം ഒരു ഓഫർ വെക്കുന്നത്. അത് അദ്ദേഹത്തിന് ഒരിക്കൽ നഷ്ടമായ മനസ്സില്ലാ മനസ്സോടെ പടിയിറങ്ങിയ KPCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് തിരികെ വരാം, അങ്ങനെ ഒരു ഓഫർ അദ്ദേഹത്തോട് മുതിർന്ന നേതാക്കൾ സംസാരിച്ചു. പക്ഷേ അദ്ദേഹം മറുപടി നൽകിയില്ല. അതിന് പിന്നാലെയാണ് ഇനിയും ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ അത് കണ്ണൂരിലെ മറ്റ് മണ്ഡലങ്ങളിലടക്കം പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരന് മുമ്പിൽ ഹൈക്കമാൻഡ് ഇപ്പോൾ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. 3 മണിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. ശരി, പക്ഷേ AK ആന്റണിയുടെ ഇടപെടലിന് ശേഷവും സുധാകരൻ തന്റെ നിലപാടിൽ നിന്ന് മാറുവാൻ തയ്യാറായില്ലല്ലോ. അദ്ദേഹം മത്സരിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവല്ലോ. അതായത് 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിനെതിരെ കൃത്യമായി അദ്ദേഹം ഒരു നേർക്കുനേർ പോർമുഖം തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ആ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് AK ആന്റണിയും രമേശ് ചെന്നിത്തലയും ചേർന്ന് നടത്തിയ അനുനയ നീക്കങ്ങളാണ്. രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ ഫോണിൽ വിളിച്ച് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം, ഇതിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയില്ല എങ്കിൽ ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതകളെ വരെ അത് പ്രതികൂലമായി ബാധിക്കും, KPCC അധ്യക്ഷൻ മത്സരിക്കുന്ന പേരാവൂരിലെ സാധ്യതകൾക്കത് തിരിച്ചടിയാകും എന്ന തരത്തിലുള്ള കൃത്യമായ സന്ദേശങ്ങൾ നേതൃത്വത്തിന് അദ്ദേഹം കൈമാറി. അവിടെയാണ് ഈ ചടുലമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയൊരു പിടിവാശി വേണ്ട, ഈ നിർണായകമായ ഘട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം, ജയസാധ്യതയ്ക്ക് മാത്രം മുൻതൂക്കം കൊടുത്താൽ മതിയെന്ന മുതിർന്ന നേതാക്കളെടുത്ത ഈ അനുനയ നീക്കം ഹൈക്കമാൻഡ് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കെ സുധാകരനും അടൂർ പ്രകാശിനും ഇളവുണ്ടായേക്കുമെന്നാണ് സൂചന. ശരി, ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കെ സുധാകരൻ കണ്ണൂരിൽ, അടൂർ പ്രകാശ് കോന്നിയിൽ. ഇങ്ങനെ ഇളവ് കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇന്നലെ പക്ഷേ രാത്രിയിൽ ആരും മത്സരിക്കേണ്ട, MPമാർ ആരും മത്സരിക്കേണ്ട എന്നുള്ള നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ സുധാകരൻ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിന് പിന്നാലെ AK ആന്റണിയുടെ ഇടപെടലിനെ തുടർന്ന് വാർത്താ സമ്മേളനം വേണ്ടെന്ന് വെച്ചു. പക്ഷേ സുധാകരൻ അയഞ്ഞിട്ടില്ല. അടൂർ പ്രകാശ് മറ്റൊരാൾ വന്നാലും പിന്തുണയ്ക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പിന്നാലെ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. അങ്ങനെ സുധാകരനുണ്ടെങ്കിൽ താനും ഉണ്ടാകും എന്നുള്ള സന്ദേശമാണ് അടൂർ പ്രകാശും മുന്നോട്ട് വയ്ക്കുന്നത്. ആർ കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, കോന്നിയും കണ്ണൂരും മാത്രമല്ലല്ലോ, മറ്റ് പല മണ്ഡലങ്ങളിലും തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ വെളിയിൽ വന്ന വിവരങ്ങൾ അനുസരിച്ച്
ഓരോ മണ്ഡലങ്ങളിലെയും ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെ ആരൊക്കെയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇതറിഞ്ഞതോടുകൂടി പലയിടത്തും പ്രശ്നമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. പലരും പരസ്യമായിട്ട് പ്രതികരിക്കുന്നു. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. നോമിനേഷൻ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ദീപ്തി മേരി വർഗീസ് നോമിനേഷൻ പൂരിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. പാലോട് രവി പറയുന്നു ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എതിർപ്പ് അറിയിക്കുന്നു. ഇങ്ങനെ പലരും ഇത്തരത്തിൽ രംഗത്ത് വരികയാണല്ലോ പരസ്യമായിട്ട് തന്നെ. ഇന്നെങ്കിലും പട്ടിക ഉണ്ടാകുമോ? ഉറപ്പാണോ ഇത്? ഒന്നിനുമില്ല ഒരു നിശ്ചയം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ വിഷയത്തിൽ പറയാൻ കഴിയുക. ഓരോ മണിക്കൂറിലും ഓരോ നേതാക്കളും പറയുന്നത് ഉടനുണ്ടാവും, അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞുണ്ടാവും, ഇനി 1-2 വിഷയങ്ങൾ കൂടി മാത്രമേ പരിഹരിക്കാനുള്ളൂ. ഏറെക്കുറെ സമാനമായ മറുപടിയാണ് കഴിഞ്ഞ 24 മണിക്കൂറായി ഇന്നലെ രാവിലെ മുതൽ ഈ നേതാക്കളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇപ്പോഴും ഈ MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ വേണ്ട എന്ന് രാവിലെ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു. പിന്നീട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള വാദത്തിൽ നിൽക്കുകയായിരുന്നു. കെ സുധാകരൻ ഇടയുകയും അദ്ദേഹം മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് വരും എന്ന് കണ്ടതോടുകൂടി വീണ്ടും അനുനയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. രമേശ് ചെന്നിത്തല ഇടപെടുന്നു. കെ സുധാകരൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറഞ്ഞ് അനുനയിപ്പിക്കുന്നു. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ഇപ്പോൾ തൽക്കാലം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ് വേണ്ടത്, അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എന്നുള്ള ഒരു വിഷയം രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവും ഹൈക്കമാൻഡുമായി ആ തരത്തിലേക്കൊക്കെ ഇടപെടാനും നിർദ്ദേശം കൊടുക്കാനും ഒക്കെ കഴിയുന്ന AK ആന്റണിയും വിഷയത്തിൽ ഇടപെടുന്നു. കെ സുധാകരനെ തൽക്കാലം ഇപ്പോൾ പിണക്കി വിടുന്നത് കോൺഗ്രസിനും UDF-നും സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഗുണകരമാവില്ല. അതുകൊണ്ട് തൽക്കാലം കെ സുധാകരൻ വഴങ്ങുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹവും പ്രധാനമായി നൽകിയിട്ടുള്ളത്. പരസ്യമായി തന്നെ അദ്ദേഹം വന്ന് കെ സുധാകരൻ്റെ വാർത്താ സമ്മേളനം ഒഴിവാക്കാൻ വേണ്ടി കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി കാണുന്നതെന്ന് പരസ്യമായി തന്നെ പറയുന്നു. അതെന്തായാലും 12 മണിക്ക് വാർത്താ സമ്മേളനം എന്നുള്ളത് മാധ്യമങ്ങളെ കണ്ട് തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനുള്ള നീക്കം എന്തായാലും കെ സുധാകരൻ ഉപേക്ഷിച്ചു. പക്ഷേ അപ്പോഴും ഒരു അവസാന തീരുമാനമാവുന്നില്ല. അപ്പോൾ ഇനി കോൺഗ്രസിൽ കെ സുധാകരന് മാത്രം സീറ്റ് കൊടുത്ത തീരുമാനം എന്ന് പറയുമ്പോഴാണ് അടൂർ പ്രകാശ് പറയുന്നത് ഞാൻ പാർട്ടി പറയുന്നതെല്ലാം കേട്ട് വഴങ്ങി നിന്നു, എന്നെ നിയമസഭയിൽ മത്സരിച്ചുകൊണ്ടിരുന്ന തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലോക്സഭ മത്സരിക്കുക മാത്രമല്ല ആ സീറ്റ് പിടിച്ചെടുക്കുക കൂടി താൻ ചെയ്തു. അത് നിലനിർത്തി ഇപ്പോൾ മടങ്ങിപ്പോകണമെന്ന് താൻ ആവശ്യപ്പെടുമ്പോൾ തനിക്ക് ഇതൊന്നും നൽകുന്നില്ല, പാർട്ടിയെ വെല്ലുവിളിക്കുന്നവർക്ക് ഇതൊക്കെ നൽകുന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും ചർച്ചയായി ഇനി 2 പേർക്ക് കൂടി വീണ്ടും ഇളവ് നൽകണോ? 2 പേർക്ക് ഇളവ് നൽകിയാൽ കണ്ണൂരും ആറ്റിങ്ങലും എങ്ങനെ ലോക്സഭാ സീറ്റുകൾ 2 MP-മാരെ നഷ്ടം, ഇനി 3 വർഷം കൂടിയുണ്ട്, 2 MP-മാരെ നഷ്ടപ്പെട്ടാനുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിക്കണം. ശരിയാണ്, ആ തർക്കം ഇപ്പോഴും തുടരുകയാണ് എന്ന് വേണം കരുതാൻ. എന്തായാലും കണ്ണൂരിലും അടൂർ പ്രകാശിന് കോന്നിയിലും അവസരം നൽകും എന്ന രീതിയിലാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. പക്ഷേ അതും വേണമെങ്കിൽ മാറി മറിഞ്ഞേക്കാം. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങാതെ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു സ്ഥിരീകരണം സാധ്യമല്ല. കിരൺ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ CPM വിട്ട, അതായത് CPM വിമത ആളുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ പയ്യന്നൂരിൽ അങ്ങനെയുണ്ട്, തളിപ്പറമ്പിൽ ഉണ്ട് TK ഗോവിന്ദൻ, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനുണ്ട്, PK ശശിയുണ്ട്, ഒറ്റപ്പാലത്ത്. ഇവരെയൊക്കെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നതിൽ പോലും സംസ്ഥാനത്ത് എതിർപ്പുണ്ട്, അതാത് സ്ഥലങ്ങളിൽ എതിർപ്പുണ്ട്. പക്ഷേ ആ എതിർപ്പ് മറികടന്നുള്ള തീരുമാനമായിരിക്കില്ലേ ഈ മണ്ഡലങ്ങളിൽ ഉണ്ടാവുക? അതിന് സംശയമില്ലല്ലോ അല്ലേ? അക്കാര്യത്തിൽ സംശയമില്ല മഞ്ജുഷ. എന്തായാലും അതിനെ എതിർപ്പ് മറികടന്നുള്ള തീരുമാനം ഉണ്ടാകും. കാരണം ഈ മണ്ഡലങ്ങളുടെയൊക്കെ ഒരു കോമൺ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങളൊന്നും തന്നെ ഇപ്പോൾ പയ്യന്നൂരായാലും തളിപ്പറമ്പിലായാലും അവിടെ ഒന്നും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളല്ല. അവിടെ CPM-നുള്ളിൽ നിന്ന് ഒരു ഭിന്നത ഉണ്ടാവുകയും CPM-ലെ സ്ഥാനാർത്ഥികൾ അങ്ങനെ വരികയും ഒക്കെ ചെയ്താൽ അതിനെ പിന്തുണയ്ക്കുക എന്ന് തന്നെയാണ് രാഷ്ട്രീയമായി ഏറ്റവും ഉചിതമായ മാർഗം. എങ്ങനെയാണോ ലീഗ് കോട്ടയിലൊക്കെ ഇടതുമുന്നണി ലീഗിൽ നിന്നും വരുന്ന ആളുകളെ സ്വന്തം പാളയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്, അതിപ്പോൾ ആരെ നോക്കിയാലും അവരല്ലേ അബ്ദുൾ റഹ്മാന്റെ കാര്യമെടുത്താലും KT ജലീലിന്റെ കാര്യമെടുത്താലും എല്ലാം അങ്ങനെയാണ്. അത്തരം കോട്ടകളെ പിളർത്താൻ ഏറ്റവും നല്ലത് ആ പാർട്ടിയിൽ നിന്ന് തന്നെ വരുന്ന ആളുകളെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ പ്രാദേശികമായി കാലങ്ങളായി ഈ നേതാക്കളുമായിട്ടൊക്കെ TK ഗോവിന്ദനുമായിട്ടൊക്കെ എത്രയോ കാലമായി എതിർചേരിയിൽ നിൽക്കുന്ന അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഇത്രകാലം തങ്ങൾ എതിർത്ത ഒരു നേതാവിനെ ഞങ്ങൾ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വെല്ലുവിളിയാണ്, മാനസിക പ്രയാസമൊക്കെ ഉള്ളതാണ്. ശാരീരികമായും കായികമായിട്ടുള്ള നേരിടൽ അടക്കം, ആശയപരമായ നേരിടൽ മാത്രമല്ല കണ്ണൂരിലെന്ന് ആലോചിക്കണം. അത്തരം പോരാട്ടങ്ങളടക്കം നയിച്ച ആളുകൾക്ക് അത് പ്രയാസമാണ്. പക്ഷേ അക്കാര്യത്തിലൊന്നും തീരുമാനം മറിച്ചാവാൻ വഴിയില്ല. അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല. കിരൺ, ഒരു കാര്യം കൂടി, ഇന്നലെ രാത്രിയിലെ ഇക്വേഷൻ അല്ലല്ലോ രാവിലെ ആയപ്പോഴേക്ക് വന്നത്. ഉദാഹരണത്തിന് ജോസഫ് വാഴയ്ക്കിന് സീറ്റ് ഉറപ്പ് ഏറ്റുമാനൂരിലെന്ന് ഇന്നലെ രാത്രി സ്ഥിരീകരണം വന്നതാണ്. അത് മാറി മറിഞ്ഞല്ലോ. കാഞ്ഞിരപ്പള്ളിയിൽ പരിഗണിച്ച നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിലേക്കും ജോസഫ് വാഴയ്ക്കിനെ ഒഴിവാക്കിക്കൊണ്ട് റോണി K ബേബി കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹത്തോട് നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചോളൂ എന്ന് മുകളിൽ നിന്ന് നിർദ്ദേശം വന്നു കഴിഞ്ഞു. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലേത് ഒരു സഭയുടെ ഇടപെടലായി കാണാവുന്നതാണ്. പിന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വന്നു എന്ന് പറയാൻ കഴിഞ്ഞില്ല. എൽദോസ് ഇപ്പോഴും സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നോമിനേഷനുമായിട്ട്. ദീപ്തി മേരി വർഗീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവശേഷിക്കുകയാണല്ലോ.
ഇത്തരം ചില പ്രധാനപ്പെട്ട തർക്കങ്ങൾ അവശേഷിക്കുകയാണ്. അവിടെയൊന്നും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇതിൽ ചിലരുടെയൊക്കെ സഭ നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ സഭയുടെ ഇടപെടൽ ഒക്കെ ഉണ്ട്. പൂർണ്ണമായും ഈ സഭയുടെ ഇടപെടലോ അല്ലെങ്കിൽ വിവിധ സമുദായ സംഘടനകളുടെ ഇടപെടലിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെയൊക്കെ അംഗീകരിക്കണമെന്ന് വാദിക്കുന്നവർ കൂടി കോൺഗ്രസിലുണ്ട്. ഇതിനേക്കാളൊക്കെ പ്രധാനം കോൺഗ്രസിലെ ആരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടി അത് വി ഡി സതീശൻ്റെതായാലും രമേശ് ചെന്നിത്തലയുടേതായാലും അതല്ല ഇനി കെ സി വേണുഗോപാൽ ഇവരൊക്കെ ഉപയോഗിക്കുന്നത് സ്വന്തം പക്ഷത്തെ ആളെ വെക്കുക എന്ന് മാത്രമല്ല ഈ സഭയ്ക്ക് ഇയാളെ കൊണ്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഈ സമുദായ സംഘടനയുടെ സമ്മർദ്ദം, ഈ സമുദായ സംഘടനകളെ സഭയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് സ്വന്തം പക്ഷത്തെ സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ നേതാക്കളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സഭയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച നടത്തുമ്പോൾ സ്വാഭാവികമായും അടുത്ത സ്ഥലത്ത് അടുത്ത സമുദായ സംഘടനയ്ക്ക് വേണ്ടി സമാനമായ വാദം അടുത്ത നേതാവ് ഉന്നയിക്കും. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയെ തന്നെ ഇത്രയേറെ വൈകിപ്പിക്കാനും ഇത്രയൊക്കെ കോംപ്ലിക്കേറ്റ് ആക്കാനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥിയുടെ മെറിറ്റിനപ്പുറത്തേക്ക് ജാതിമത സമവാക്യങ്ങളും സമുദായ താല്പര്യങ്ങളും ഒക്കെ നോക്കുകയാണ്. ഇപ്പോൾ ഒരു സഭയോ അല്ലെങ്കിൽ ഒരു സമുദായമോ ആ സഭയിൽ നിന്ന് ആരെങ്കിലും ഒരാളെ വെക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് താല്പര്യമുള്ള ആളെ തന്നെ അവിടെ വെക്കണം. ഈ റോണി കെ ബേബിയുടെ വിഷയത്തിലായാലും ജോസഫ് വാഴക്കൻ്റെ വിഷയത്തിലായാലും ഒക്കെ മാറ്റം വരാനുള്ള പ്രധാനപ്പെട്ട കാരണമൊക്കെ അതാണ്. ഈ സഭകളുടെയൊക്കെ താല്പര്യം അവർ പറയുന്ന പേര് തന്നെ വെക്കുക എന്ന തലത്തിലേക്കൊക്കെ പലയിടത്തും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അത്തരം ഇടപെടലുകളൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്തിമ പട്ടിക പുറത്തു വന്നാൽ ശേഷം മാത്രമേ അത് എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 3-4 മണിക്കുള്ളിൽ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. ഇനിയും തീരുമാനമാവാനുള്ള ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. തീരുമാനമാകാനുള്ള ഏറ്റവും വലിയ തലവേദനയായി നിൽക്കുന്നത് കെ സുധാകരനും അടൂർ പ്രകാശിനും സീറ്റ് നൽകണോ എന്ന വിഷയത്തിലാണ്. രണ്ടുപേർക്കും സീറ്റ് നൽകേണ്ട എന്നതായിരുന്നു ഉറച്ച നിലപാട്. ഇന്നലെ രാത്രി 2.5 മണിക്കുണ്ടായ ഉറച്ച നിലപാട് അങ്ങനെയായിരുന്നു. അത് നേരിടുക എന്നുള്ള ശക്തമായ സന്ദേശമാണ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നൽകിയത്. എന്നാൽ രാവിലെ കെ ഇത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ച് ഫേസ്ബുക്കിലടക്കം പരസ്യമായ പ്രതികരണം നടത്തിയ അടൂർ പ്രകാശ്. പക്ഷേ കെ സുധാകരൻ പരസ്യമായ വെല്ലുവിളിക്കൊരുങ്ങി. അദ്ദേഹം മത്സരിക്കുകയാണ്, സ്വതന്ത്രനായി നൽകിയത്. ഇന്ന് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രതീക്ഷിക്കാം. 3 മണിയാണ് ഇപ്പോൾ നേതാക്കൾ പറയുന്ന സമയം. 37 സ്ഥാനാർത്ഥികളെ കൂടി ഇനി പ്രഖ്യാപിക്കാൻ ബാക്കിയുണ്ട്. മുഴുവൻ സീറ്റുകളിലെയും തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. എല്ലാം പരിഹരിച്ചാണ് മടക്കമെന്ന് കൊച്ചിയിലെത്തിയ സതീശൻ പറഞ്ഞു. കെ സുധാകരൻ തന്റെയും കൂടി നേതാവാണെന്നും സുധാകരനുമായി സംസാരിച്ചെന്നും സതീശൻ പറഞ്ഞു. ഇല്ലെങ്കിൽ മടങ്ങില്ലല്ലോ, എല്ലാം പരിഹരിച്ചല്ലോ, ഇല്ലെങ്കിൽ മടങ്ങാൻ പറ്റില്ലല്ലോ. ഇന്ന് വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് ഞങ്ങളുടെ യോഗം തീർന്ന് എല്ലാം പരിഹരിച്ചു. ഈ ലിസ്റ്റ് ഇന്ന് ഇറങ്ങും. 5 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടൊന്നുമില്ല, 5നും തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. എല്ലാം ഞാൻ പറയല്ലോ, നേരത്തെ 55 മണ്ഡലങ്ങൾ ഇറങ്ങി. കോൺഗ്രസ് മത്സരിക്കുന്നത് 95 മണ്ഡലങ്ങളിലാണ്. ആ 95 മണ്ഡലങ്ങളിലും തീരുമാനം ഇന്നുണ്ടാവും. UDF എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം ഉണ്ടാവും. 140 സീറ്റും UDF ഇന്ന് തീരുമാനമുണ്ടാവും. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, എൻ്റെ കൂടി നേതാവാണ്. ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുണ്ട്, അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. അതിൽ വാർത്തയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നു. ഞങ്ങളെല്ലാം നിരന്തരമായ സമ്പർക്കത്തിലാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. ഇനി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ കടന്നു. ശ്രീ രാഹുൽ ഗാന്ധി വന്ന് തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയുടെ സമാപനത്തോടുകൂടി കേരളത്തിലെ UDF തെരഞ്ഞെടുപ്പ് ലോഞ്ചിങ് നടത്തി അദ്ദേഹം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതാണ് സ്ഥാനാർത്ഥി നിർണയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാളയത്തിൽ പടയാടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. LDFന്റെ 3ാം വരവ് കേരളത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തോടുകൂടി അവർക്കൊരു കാര്യം മനസ്സിലായി, പാളയത്തിൽ തന്നെയാണുള്ളത്. സുധാകരനെ അനുനയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസങ്ങൾ അവർ മെനക്കെട്ടത്. പക്ഷേ അദ്ദേഹം ഒരു ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് ഇപ്പോഴും അവസാനം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അപ്പോൾ കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള തകർച്ചയ്ക്ക് രൂപം നൽകിയിട്ടുള്ള ഒന്നായിരിക്കും ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ 3ാം ടേമിലേക്കുള്ള യാത്ര അതിശക്തിയായ രീതിയിൽ ജനങ്ങളാകെ ഏറ്റെടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്. 3ാം ടേം എന്ന് പറയുന്നത് ഏതെങ്കിലും
മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ MLA മാർക്കോ വേണ്ടിയല്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് 3ാം ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം എന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തയ്യാറെടുപ്പ് പൂർത്തീകരിച്ചതായി ദീപ്തി മേരി വർഗീസ്. നോമിനേഷൻ പൂരിപ്പിച്ചു കഴിഞ്ഞു. തൃക്കാക്കരയാണ് ചോദിച്ചതെന്നും മറ്റൊരു ഓപ്ഷനാണ് പാർട്ടി പറഞ്ഞതെന്നും ദീപ്തി മേരി വർഗീസ് പറയും. അവിടുന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അവിടുന്ന് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ മറ്റു സംഘടനാ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. അതാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. നോമിനേഷൻ ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നോമിനേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അത് അവിടുന്ന് ഒരു തീരുമാനം വന്നിട്ട് മാത്രമാണ് ഇനിയുള്ള ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ? അവിടെ നിന്ന് ഒരു അറിയിപ്പ് ഇതുവരെ കിട്ടുന്നില്ല. നേതാക്കൾ എന്താ പറയുന്നത്? അല്ല, എനിക്ക് ഇന്നലെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ട് ചർച്ചകൾ അങ്ങനെ മുമ്പോട്ട് പോയല്ലോ. ഇനിയിപ്പോ ഇന്ന് രാവിലെ ഇന്നിപ്പോ എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയിപ്പ് എന്ത് തന്നെ ആയാലും പ്രവർത്തനം ശക്തമായി തന്നെ ഉണ്ടാകും. കൊച്ചി ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതാണ് ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ദീപ്തി മറ്റൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടി എന്നാണല്ലോ. എന്താണ് ദീപ്തി ഉദ്ദേശിക്കുന്നത്? മഞ്ജുഷ, നേരത്തെ ദീപ്തി ഈ പറഞ്ഞതുപോലെ തൃക്കാക്കരയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം തൃക്കാക്കര സിറ്റിംഗ് MLA തന്നെ മത്സരിക്കുമെന്നുള്ള തീരുമാനം വന്നതോടുകൂടിയാണ് തൃക്കാക്കരയിൽ ആ സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടായത്. അതേസമയം കഴിഞ്ഞ ദിവസം ദീപ്തിയുടെ പേരിൽ കൊച്ചിയിൽ ഫ്ലെക്സ് വരുന്നു. സർവം ദീപ്തം എന്ന പേരിൽ എന്ന ടാഗ്ലൈനിൽ ഫ്ലെക്സ് വരുന്നുണ്ട്. ഈ ഫ്ലെക്സ് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നോട് ഈ പ്രൊസീഡ് എന്ന് പറയുന്നത് തനിക്കൊരു മെസ്സേജ് കിട്ടിയിരുന്നു, അത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും കിട്ടിയിരുന്നു എന്നുള്ള കാര്യമായിരുന്നു അന്ന് ദീപ്തി വ്യക്തമാക്കിയിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുന്നു. അത്തരത്തിൽ 2 സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ 2 പേർ കൊച്ചിയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാതെ, അതായത് ഔദ്യോഗികമായ പ്രഖ്യാപനം വരാതിരിക്കുന്ന സാഹചര്യത്തിൽ 2 പേർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളത് കോൺഗ്രസിന് ചെറിയ ആശയക്കുഴപ്പം ഒന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് വരെ ദീപ്തി മേരി വർഗീസ് ആണോ മുഹമ്മദ് ഷിയാസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകളുണ്ട്, സംശയമുണ്ട്. അതേസമയം ദീപ്തി മേരി വർഗീസിനോട് കാണിച്ച അനീതിയാണ് എന്ന് അടിവരയിട്ട് പറയുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒരുപാട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ദീപ്തി മേരി വർഗീസിനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോഴും ദീപ്തി മേരി വർഗീസിനെ അനുനയിപ്പിക്കാൻ വേണ്ടി പാർട്ടി ഉപയോഗിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധിക കാലമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു സീറ്റ് ദീപ്തിക്ക് ഉറപ്പായും ഒരു സീറ്റ് നൽകാമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര താൻ ചോദിച്ചത് തൃക്കാക്കരയാണ്. പക്ഷേ അതിൽ പിന്നെയും സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഉമാ തോമസ് വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നു. അതുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ എന്നാണ് പാർട്ടി പറഞ്ഞ ആ ഓപ്ഷന് വേണ്ടിയാണ് താൻ കാത്തിരുന്നത്. അത് കൊച്ചി എന്നുള്ള അങ്ങനെയാണ് കൊച്ചി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് തിരിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ അവർ ക്ലാരിറ്റി വരുന്നുണ്ട്. പക്ഷേ ഇനിയും പ്രഖ്യാപനത്തിനും തനിക്ക് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ പോലും കൊച്ചി തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതാണ് അതുകൊണ്ട് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും. പാർട്ടി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ താൻ സജീവമായി ഉണ്ടാകുമെന്നാണ് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദീപ്തി മേരി വർഗീസിനെ പോലെ തന്നെയാണ് പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യവും. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രരായി മത്സരിക്കുവാനുള്ള തീരുമാനത്തിലാണ്. ഇന്ന് അനുയായികളുമായിട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നു. എൽദോസ് തന്നെ വേണം പെരുമ്പാവൂരിൽ എന്ന് അനുയായികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൽദോസിന്റെ വാദം. ആജ്ഞ തന്നെ തുടരുന്നുണ്ട്. ആജ്ഞ, എന്താണ് എൽദോസ് കുന്നപ്പള്ളിയിൽ ഇപ്പോൾ പറയുന്നത്? നോമിനേഷൻ പൂരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് ഇറങ്ങുമോ? അതോ ഒരു സമ്മർദ്ദം മാത്രമാണോ എൽദോസിന്റെ ഭാഗത്ത് നിന്ന്? അതോ സീറ്റ് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ടോ എൽദോസിന്? എൽദോസ് രാവിലെ നമ്മളെ കണ്ടപ്പോൾ കൃത്യമായി പറഞ്ഞത് അത് എന്നെ നേതൃത്വം മനസ്സിലാക്കി എന്ന് തന്നെയാണ്. അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് താൻ ഡൽഹിയിൽ പോയത്. ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. പാർട്ടിക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആരോ പാർട്ടിയെ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരെയുള്ള ലൈംഗിക കേസാണ്, അതിക്രമ കേസാണ് ഇപ്പോഴും നേതൃത്വത്തെ പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ള ചർച്ചകളാണ് വരുന്നത്. പ്രത്യേകിച്ചും അതിന്റെ ഒരു കേസ് 26-ാം തീയതി വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. സാങ്കേതികമായി എൽദോസ് കുന്നപ്പള്ളി ആ കേസ് പ്രതിയുമാണ്. ശരി എന്തായാലും എറണാകുളം ജില്ലയിൽ കോൺഗ്രസിന് 2 സീറ്റുകൾ തലവേദനയാവുകയാണ്. അതിലൊന്നാണ് കൊച്ചി, രണ്ടാമത്തേത് പെരുമ്പാവൂരിലാണ്. പെരുമ്പാവൂരിൽ മത്സരിച്ചേ തീരൂ എന്നാണ് എൽദോസ് കുന്നപ്പള്ളിയിൽ പറയുന്നത്.
ദീപ്തി മേരി വർഗീസ് ആകട്ടെ കൊച്ചി സീറ്റ് വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തൃക്കാക്കരയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്, പക്ഷേ ഇനി ബാക്കിയുള്ളത് കൊച്ചി മാത്രമാണ്. പക്ഷേ അവിടെയാണ് മുഹമ്മദ് ഷിയാസിന്റെ പേരും ഉള്ളത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതൃയോഗത്തിൽ ബഹളമുണ്ടായിട്ടുണ്ട്. ടി.ഒ. മോഹനൻ അനുകൂലികളും കെ സുധാകരൻ അനുകൂലികളും തമ്മിലാണ് വാക്പോരുണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്നലെ സ്ഥാനാർത്ഥി കെ സുധാകരൻ ആയിരിക്കുകയില്ല, ടി.ഒ. മോഹനൻ ആയിരിക്കും എന്ന രീതിയിൽ കാര്യങ്ങൾ വന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും വീണ്ടും കാര്യങ്ങൾ മറിഞ്ഞു. ഇതാണോ ഈ തർക്കത്തിന് കാരണമായത്? എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ? തീർച്ചയായും മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ യോഗമാണ് ഈ DCC ഓഫീസിനകത്ത് ഇപ്പോൾ നടക്കുന്നത്. അവിടെ ടി.ഒ. മോഹൻ അനുകൂലികളും അതുപോലെ തന്നെ കെ സുധാകരൻ അനുകൂലികളും തമ്മിൽ വാക്പോരുണ്ടായി. ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ മുഴുവൻ ഓഫീസിനകത്തു നിന്നും പുറത്തേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേതാക്കളെല്ലാം വന്ന് ഇപ്പോഴും യോഗം അവിടെ നടക്കുന്നുണ്ട്. വലിയ ബഹളം നേരത്തെ ഉണ്ടായിരുന്നു. ഈ സംബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇവർക്ക് ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും അത് അംഗീകരിക്കും, അത് അത്തരം പ്രവർത്തകർ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിപ്പോര് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് DCC ഓഫീസിൽ തന്നെ കാണാം. നമുക്ക് നേതാക്കളെ ഒക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാം. അവർ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. വലിയ തോതിൽ 10 മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ യോഗമാണ് ഇതിനകത്ത് ചേരുന്നത്. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തുണ്ട്. നേരത്തെ വലിയ ബഹളവും മറ്റും ഇതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരെ പുറത്തേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇവർ ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിൽ കെ സുധാകരനെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എവിടെ നിന്നാണ് ഇത്തരം വിവരങ്ങൾ വന്നത് എന്ന തരത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെയാണ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹി യോഗത്തിൽ വലിയ തോതിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഇവർ തമ്മിലുള്ള വാക്പോരിനൊക്കെ ഇടയാക്കിയത്. ഏതായാലും ഇപ്പോഴും യോഗം DCC ഓഫീസിൽ നടക്കുന്നുണ്ട്. ഇതിൽ ഒരു അന്തിമ തീരുമാനം ഇനിയും വരാനുണ്ട്. ഏതായാലും സുധാകരൻ ഇന്ന് രാത്രിയോടുകൂടി ദില്ലിയിൽ നിന്നും കണ്ണൂരിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുധാകരന് ഏതെങ്കിലും തരത്തിൽ കൃത്യമായൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കുന്നു. AK ആന്റണി കൃത്യമായി കെ സുധാകരനുമായി ആശയവിനിമയം നടത്തിയപ്പോൾ പാർട്ടിക്ക് കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ പോറലേക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം പുറത്തു വന്ന സമയത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതും കണ്ടിരുന്നു കണ്ണൂരിൽ. ഇപ്പോഴും സുധാകരൻ അനുകൂലികൾ തന്നെയല്ലേ കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്? ടി.ഒ. മോഹനൻ ഉണ്ടാവില്ല എന്ന രീതിയിലല്ലേ കണ്ണൂരിൽ കാര്യങ്ങൾ? അതിലിപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇവിടെ നിന്ന് നേതാക്കളുടെ ഭാഗത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ദില്ലിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതേ സ്ഥലത്ത് DCC ഓഫീസിന്റെ മുറ്റത്ത് ഇവിടെ പ്രവർത്തകർ ഇപ്പോഴും സുധാകരൻ അനുകൂലികൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അവരാണ് പടക്കം പൊട്ടിച്ച് വലിയ തോതിൽ ആ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി വലിയ തോതിലുള്ള ഒരു ആഘോഷമാക്കി ഇവിടെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും അവരും പറയുന്നത് കൃത്യമായൊരു ഉറപ്പ് ഈ കാര്യത്തിൽ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഇനി എന്താണ് ഇതിലൊരു തീരുമാനം എന്നത് ഔദ്യോഗികമായി വരേണ്ടതുണ്ട്. അതിനായാണ് ഇവിടെ കൂടുതൽ ആളുകളും കാത്തിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെയാണ് ഈ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ടി.ഒ. മോഹനൻ അനുകൂലികളും തമ്മിൽ വലിയ വാക്തർക്കമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് DCC ഓഫീസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഓഫീസിനകത്ത് അല്പസമയം മുമ്പ് മാധ്യമ പ്രവർത്തകരെ മുഴുവൻ പുറത്തേക്ക് മാറ്റുന്ന സാഹചര്യമായിരുന്നു. അവിടെ വലിയ സുധാകരൻ അനുകൂലികൾ, അതേസമയം മറുപക്ഷവും ശക്തമായിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം മുഴുവൻ പാർട്ടി പ്രവർത്തകന്മാരും അംഗീകരിക്കും. അതൊന്നും പറയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും കോൺഗ്രസ് പാർട്ടി UDF അത് അംഗീകരിക്കും. ഇതാണ് കണ്ണൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ. അതേപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിലും തർക്കമുണ്ട്. സെൻട്രലിൽ വി സുരേന്ദ്രൻപിള്ളയ്ക്കായി 2 മുന്നണികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. CPM-ഉം BJP-യും സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആന്റണി രാജുവിന്റെ അനുമതി കിട്ടിയാൽ സുരേന്ദ്രൻപിള്ള LDF-ന്റെ സ്ഥാനാർത്ഥിയാകും. RJD നേതാവായ സുരേന്ദ്രൻപിള്ള പാർട്ടി വിട്ടു. അപ്പോൾ ആ 3 സീറ്റിൽ മത്സരിക്കാതെ നമുക്ക് പുറത്തു നിന്ന് പിന്തുണ കൊടുക്കണമെന്നുള്ള തീരുമാനം പാർട്ടി പൂർണ്ണമായിട്ട് അംഗീകരിക്കാതിരിക്കുകയും പാർട്ടി പ്രസിഡന്റ് ഇന്നലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 സീറ്റിൽ നമ്മൾ അംഗീകരിച്ചു എന്നാണ്. അത് ഞങ്ങളെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്
ആ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ജില്ലയിൽ ഭൂരിഭാഗം ആളുകൾ തൽസ്ഥാനങ്ങൾ ഇപ്പോൾ ഏതെല്ലാം സ്ഥാനങ്ങളിരിക്കുന്നോ ആ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല പാർട്ടി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ റിസൈൻ ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നത്. മത്സരരംഗത്ത് ഇനി 23-ാം തീയതി വരെ ദിവസം ഉണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റുമല്ലോ. 23-ാം തീയതിക്കകത്ത് നോമിനേഷൻ കൊടുത്താൽ മതിയല്ലോ. അതിപ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു 100% ഷുവർട്ടി പറയാൻ കഴിയുന്നില്ല. അത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന മുറയ്ക്ക് അക്കാര്യത്തിൽ ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഭാവി പരിപാടികൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. സുരേന്ദ്രൻ പിള്ളയ്ക്കായി 2 മുന്നണികളുടെയും ഓഫറാണ് തിരുവനന്തപുരം സെൻട്രലിൽ ഉള്ളത്. CPM-ഉം BJP-യും സുരേന്ദ്രൻ പിള്ളയ്ക്കായി വല വിരിച്ചു കഴിഞ്ഞു. അതേസമയം എങ്ങോട്ടാണ് പോകുന്നതെന്ന് സുരേന്ദ്രൻ പിള്ള വ്യക്തമാക്കിയിട്ടില്ല. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, പാർട്ടി മാറുന്നതും മുന്നണി മാറുന്നതും സുരേന്ദ്രൻ പിള്ളയ്ക്ക് പുതുമയുള്ള കാര്യമല്ല. മുമ്പ് മന്ത്രിയാകുവാനും ഇത് അദ്ദേഹത്തെ സഹായിച്ചതാണ്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ സാധ്യതയുള്ളത്? പഴയ രീതിയിൽ LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ അദ്ദേഹം LDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരുവാനല്ലേ സാധ്യത കൂടുതലുള്ളത്? മഞ്ജുഷ, തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 13ഇടത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും സിറ്റിംഗ് സീറ്റ് തിരുവനന്തപുരം സെൻട്രലിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഗതികേടിലാണ് ഇടതുമുന്നണി. ആന്റണി രാജുവിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണത്. ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയില്ല. പകരം ആളെ CPM നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആന്റണി രാജു മുന്നോട്ട് വെച്ച പേരുകളൊന്നും CPM അംഗീകരിച്ചില്ല. ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി അടുത്ത തവണ വീണ്ടും മത്സരിക്കാനൊരു വഴിയിടുകയാണ് ആന്റണി രാജു എന്ന വിലയിരുത്തലാണ് CPM-നുള്ളത്. കടുത്ത പ്രതിഷേധമുണ്ട് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനടക്കം ആന്റണി രാജുവിനോട്. പക്ഷേ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്ന ഒരു ഘടകകക്ഷിയുടെ സീറ്റ് ഏറ്റെടുക്കേണ്ട നിലപാടാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CPM ഏറ്റെടുക്കാത്തത്. അതിൽ കടുത്ത അതിർത്തി ജില്ലാ ഘടകത്തിന് അടക്കമുണ്ട്. പക്ഷേ ആന്റണി രാജു ദൂരം തീരുമാനം അറിയിക്കുന്നില്ല. ഇന്ന് വൈകിട്ട് 3 മണിക്ക് അവരുടെ യോഗം കോട്ടയത്ത് ചേരുന്നുണ്ട്. അതിനുശേഷം തീരുമാനമെന്നാണ് പറയുന്നത്. ചില ഒരു വഴി CPM തന്നെ മുന്നോട്ട് വച്ചത് സുരേന്ദ്രൻ പിള്ളയെ മത്സരിപ്പിക്കൂ. 2006 ഇവിടെ വെസ്റ്റ് ആയിരുന്ന സമയത്ത് MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായ ആളാണ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാമെന്നൊരു നിർദ്ദേശം CPM മുന്നോട്ട് വെച്ചു. അതിനോടും ആന്റണി രാജു അടുക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇതിൽ ഇടപെടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇടതുമുന്നണി നേതൃത്വത്തിന് പൊതുവിൽ ഉള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ ആന്റണി രാജു അത് അനുസരിക്കുമെന്നൊരു പ്രതീക്ഷ. അല്ലെങ്കിൽ സുരേന്ദ്രൻ പിള്ളയ്ക്ക് മുന്നിൽ മറ്റൊരു വഴി, RJD വിട്ട സുരേന്ദ്രൻ പിള്ളയ്ക്ക് മുന്നിൽ മറ്റൊരു വഴി കൂടിയുണ്ട്. BJP-യും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. BJP ഒരു CPM ഇടതുമുന്നണിയുടെ മുൻ മന്ത്രിയെ സെൻട്രലിൽ മത്സരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമായി മാറുമെന്ന പ്രതീക്ഷ BJP-ക്കും ഉണ്ട്. അതുകൊണ്ടാണ് BJP അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. രണ്ടുപേരോടും യെസോ നോയോ സുരേന്ദ്രൻപിള്ള പറഞ്ഞിട്ടില്ല. 2 സാധ്യതകളും സുരേന്ദ്രൻപിള്ള പരിശോധിക്കുകയാണ്. ആദ്യ പരിഗണന ഇടതുമുന്നണിക്കൊപ്പം ചേരാൻ തന്നെയാകും. പക്ഷേ ആന്റണി രാജുവിൻ്റെ കടും പിടുത്തം അവിടെ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്. നമുക്കറിയാം 2006 ആന്റണി രാജുവിനെ മത്സരിക്കാൻ സീറ്റ് നൽകില്ല എന്ന് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് കടുത്ത നിലപാടത്തോടു കൂടിയാണ് സുരേന്ദ്രൻപിള്ളയ്ക്ക് നറുക്കു വീണത്. തിരുവനന്തപുരത്ത് നിന്ന് പുനലൂരിലേക്ക് പോയ 84 അദ്ദേഹം പുനലൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റ് ജയിച്ചു വന്ന UDF ടിക്കറ്റ് ജയിച്ചു വന്നയാളാണ്. പിന്നീട് 2006 അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫിനൊപ്പമായിരുന്നു. അവസാന മണിക്കൂറുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ശരിയാകുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം പുനലൂരിൽ നിന്ന് പാഞ്ഞെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും പിന്നീട് MLA ആവുകയും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ സംസ്ഥാന മന്ത്രിയായി മാറുകയും ചെയ്ത രാഷ്ട്രീയ ചരിത്രമുള്ളയാളാണ് സുരേന്ദ്രൻപിള്ള. ഇപ്പോഴും സുരേന്ദ്രൻപിള്ളയ്ക്ക് വേണ്ടി കാര്യങ്ങൾ കറങ്ങി നിൽക്കുകയാണ്. എങ്ങോട്ടേക്കാണ്, ഇടത്തേക്ക് തിരിയുമോ അല്ലെങ്കിൽ അദ്ദേഹം BJP-ക്ക് പോകുമോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. തിരുവനന്തപുരം സെൻട്രലിൽ സസ്പെൻസ് ആണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയെയും BJP-യുടെ സ്ഥാനാർത്ഥിയെയും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സുരേന്ദ്രൻപിള്ള എങ്ങോട്ട് ചായുമെന്നാണ് ഇനി അറിയുവാൻ ബാക്കിയുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക നൽകി. തലശ്ശേരി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയാണ് പത്രിക നൽകിയത്. ധർമ്മടം മണ്ഡലത്തിൽ ആദ്യം പത്രിക നൽകിയത് പിണറായി വിജയനാണ്. സ്പീക്കർ AN ഷംസീർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, P ശശി തുടങ്ങിയ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു. കോങ്ങാട് UDF സ്ഥാനാർത്ഥി KA തുളസി നാമനിർദ്ദേശ പത്രിക നൽകി. കോതമംഗലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആന്റണി ജോണും കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിയും നാമനിർദ്ദേശ പത്രിക നൽകി.
BJPയുടെ രണ്ടാം ഘട്ട പട്ടിക പുറത്തുവന്നു. കുമ്മനം രാജശേഖരൻ ആറന്മുളയിൽ മത്സരിക്കും. ML അശ്വിനി കാസർഗോഡ്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ മത്സരിക്കും. CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ് കുണ്ടറയിലെ സ്ഥാനാർത്ഥി. ധർമ്മടത്ത് K രഞ്ജിത്താണ് മത്സരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ NDA നിർണായക ശക്തിയായി മാറുമെന്ന് K സുരേന്ദ്രൻ. സംസ്ഥാനത്ത് 35 സീറ്റുകളിൽ NDA മുന്നണിക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. NDA അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ ഇത്തവണ അതിശയോക്തിയല്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന് സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. K സുരേന്ദ്രന്റെ വരവോടുകൂടി മഞ്ചേശ്വരം മണ്ഡലം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുന്നു. ഇത്തവണ വലിയ വിജയപ്രതീക്ഷയിലാണ് BJP ഉള്ളത്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. K സുരേന്ദ്രൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും കേരളത്തിൽ തന്നെ ഗ്ലാമർ മത്സരം നടക്കുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. എങ്ങനെയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എന്നെ തോൽപ്പിക്കണം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അതാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതായത് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് 10,000 12,000 വോട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും BJP അക്കൗണ്ട് തുറക്കരുത്, അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് നിന്ന് ഒരാൾ BJP ടിക്കറ്റിൽ ജയിക്കരുത് എന്നുള്ള വലിയൊരു പ്രചാരണം LDFും UDFും ഒരുമിച്ച് നിന്ന് നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ കാണുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. കാരണം അത് അവരവരുടെ അനുഭവങ്ങളാണ്. 10 വർഷം മുമ്പ് ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ അവിടെ ദില്ലിയിലുള്ളത് കൊണ്ട് എന്നുള്ള ഒരു വിചാരം, യാഥാർത്ഥ്യബോധം വോട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJPയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിഗൂഢമായ ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ വോട്ടർമാർ തന്നെ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് നൽകുന്ന വർദ്ധിച്ച ആത്മവിശ്വാസത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ SIRുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെ UDF, മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഉയർത്തുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒന്നുമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടികൾ ഡിലീഷൻ ആപ്ലിക്കേഷൻ നൽകിയ മണ്ഡലം മഞ്ചേശ്വരമാണ്. ഈ പറയുന്ന ആരോപണം ശരിയായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ അപേക്ഷ കൊടുക്കേണ്ട സ്ഥലം മഞ്ചേശ്വരമായിരുന്നു. ആകെ 124 ഡിലീഷൻ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഈ മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ 90 എണ്ണം നൽകിയത് UDF തന്നെയാണ്. അതൊരു കള്ളപ്രചരണമാണ്. ഇത്തവണ ന്യൂനപക്ഷ സഹോദരന്മാർ ധാരാളമായിട്ട് മാറി ചിന്തിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് സുതാര്യമായിട്ടുള്ളൊരു നിലപാടാണ്. പിന്നെ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ എല്ലാവരെയും അറിയാം. എൻ്റെ ജീവിതം എന്താണെന്നും ഈ മണ്ഡലത്തിലാണ് വലിയ കള്ളക്കേസുകൾ കഴിഞ്ഞ തവണ വന്നത്. എല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാറുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഏറ്റവും വലിയ ആക്ഷേപം BJPയെ തോൽപ്പിക്കാൻ CPM കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതാണ്. ഇപ്രാവശ്യം KR ജയന്റെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത്തരം നീക്കങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രം അത് BJP അല്ലാതെ അവരുടെ അണികൾ തന്നെ മറികടക്കാൻ തുടങ്ങിയല്ലോ. ഞങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിൽ LDFിലെ ധാരാളം വോട്ടർമാർ അവർ തന്നെ പരസ്യ രംഗത്ത് വന്നല്ലോ, ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത്. ആർക്കും തോന്നാവുന്നതല്ലേ ഉള്ളൂ. കാരണം ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി അവരുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർന്നിരിക്കുകയാണ്. കാരണം ഇത് ഈ UDFിനെ സഹായിക്കാനാണെന്നുള്ളത് പ്രചാരണം നടത്തേണ്ട, ഞങ്ങളങ്ങനെ പ്രചരണം നടത്തുന്നില്ല, പ്രചരണം നടത്തേണ്ട കാര്യമില്ല. കാരണം അണ്ടർസ്റ്റുഡാണ്, ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ 35 സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രതീക്ഷ? 5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നില്ലേ? 35 സീറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊട്ടക്കണക്ക് പറഞ്ഞതല്ല. 35 സീറ്റിൽ അത്രയും അടിത്തറ BJPക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത്തവണ കുറേ കൂടി അത് യാഥാർത്ഥ്യമായി. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. കേരളത്തിൽ MP ഉണ്ടായി, കോർപ്പറേഷൻ മേയർ ഉണ്ടായി, ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഞാൻ അന്ന് പറഞ്ഞിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. 30-35 സീറ്റുകളിൽ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നണിക്കും പോകാൻ അത്ര ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് സംസ്ഥാനം നടക്കുന്നത്. NDA ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയോ ട്രോളോ ഇല്ല. ഇത്തവണ അന്നുണ്ടായിരുന്നു. അന്ന് ഞാനത് പറഞ്ഞപ്പോൾ ഏതാണ് ഈ 35 എന്താണ്. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ തോറ്റപ്പോഴും ആ 35 സീറ്റിൽ ഞങ്ങൾ നിർണായകമാണ്. ഞങ്ങൾക്കിപ്പോൾ 35,000-നും 65,000-നും ഇടയിലുള്ള അത്രയും സീറ്റുകളുണ്ട്. അത് വെറുതെ ഞാൻ പറഞ്ഞതല്ല. ലോക്സഭ കഴിഞ്ഞപ്പോൾ 9 സ്ഥലത്ത് ഞങ്ങൾ 11 സ്ഥലത്ത് ഞങ്ങൾ 1-ാം സ്ഥാനത്തായി, 9 സ്ഥലത്ത് ഞങ്ങൾ 2-ാം സ്ഥാനത്തായി. അത് കഴിഞ്ഞ് 15 സീറ്റുകളിൽ ഞങ്ങൾ 35,000-ൻ്റെ മുകളിൽ വോട്ട് നേടി എന്ന് പറഞ്ഞാൽ അത് ഒരു ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പരിശോധിക്കാതെ ഞാൻ പറഞ്ഞ ഒരു പൊയ് വാക്കായിരുന്നില്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.
കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ എതിരാളികൾക്ക് പോലും സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെ തോൽപ്പിക്കാൻ പരസ്പരം വൈരം മറന്ന് ഇവരെല്ലാ സ്ഥലത്തും ഒന്നിക്കുന്നത്. LDF-ഉം UDF-ഉം രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്നുള്ള ഞങ്ങളുടെ ക്യാമ്പയിൻ ഫലപ്രദമായി ജനങ്ങളുടെ ഇടയിൽ അത് ഏശിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രചാരണങ്ങളും കാണിക്കുന്നത്. എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സിറ്റിംഗ് MLA-മാർ മാറി ഇങ്ങോട്ട്, പണ്ട് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു? സിറ്റിംഗ് MLA-മാർ ആ പാർട്ടി വിട്ട് ഞങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ കേരളത്തിൽ? അപ്പോൾ അത് ഒരു സൂചനയാണ്. എന്തായാലും മഞ്ചേശ്വരത്ത് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് 35ഓളം സീറ്റുകൾ, അതായത് നേരത്തെ കാസർഗോഡ് മത്സരിക്കാൻ എത്തിയ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്, അത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 35 സീറ്റോളം വിജയപ്രതീക്ഷ ഉണ്ടെന്ന് തന്നെയാണ്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്തകൾ തെറ്റാണെന്ന് PS ശ്രീധരൻപിള്ള. ഇത്തരം വാർത്തകൾ ദൗർഭാഗ്യകരമാണ്. തന്റെ വോട്ട് ഗോവയിലാണ്, അത് മാറ്റാൻ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഇതൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. ഞാൻ ഒരു കാരണവശാലും മത്സരിക്കില്ല. BJP-യുടെ ദേശീയ ചുമതലക്കാരനോടും സംസ്ഥാന അധ്യക്ഷനോടും എൻ്റെ ആശയകുടുംബം, ഞാൻ BJP-ക്ക് അപ്പുറത്തേക്കാണ്, ആശയകുടുംബത്തിലെ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടും ഞാൻ ഇത്തവണ മത്സരത്തിനില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞയാളാണ്. എന്നിട്ടും എന്താ ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ അത് വളരെ ദൗർഭാഗ്യകരമായിപ്പോയി, എൻ്റെ മനസ്സിൽ വേദന ഉണ്ടാക്കുന്നതാണ്. എൻ്റെ വോട്ട് ഉള്ളത് ഗോവയിലാണ്, അത് മാറ്റാൻ വേണ്ടി ഞാൻ ഓർഡിനറി ആയിട്ട് അപേക്ഷ കൊടുത്തു. ചിലപ്പോൾ എത്തിയ ഇലക്ഷൻ മുമ്പായിട്ട് ഞാൻ വോട്ട് ചെയ്യുന്ന ആളായിരിക്കാം. ഒരു സ്ഥാനാർത്ഥിയാകണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടല്ലേ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പം വാസ്തവത്തിൽ സത്യത്തോട് ഇത്രയും ക്രൂരമായ സമീപനം സ്വീകരിച്ചത് ദൗർഭാഗ്യകരമായി. ഇപ്പം എൻ്റെ വേദന, ആ വേദന കാലിക്കലിലെ മാധ്യമ സുഹൃത്തുക്കളിൽ തന്നെ അറിയാം. അബ്ദുറഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിൽ തുടരും. പാണക്കാട്ടെത്തി അബ്ബാസ് അലി ശിഹാബ് തങ്ങളുമായും മുനവർ അലി ശിഹാബ് തങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. തന്റെ വേദന നേതൃത്വത്തെ അറിയിച്ചെന്നും പറഞ്ഞതെല്ലാം നേതൃത്വം കേട്ടെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണി പറഞ്ഞു. മണ്ണാർക്കാട് N ഷംസുദ്ദീന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എതിർപ്പുമായി മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം. മണ്ഡലത്തിൽ നിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം അംഗീകരിക്കാത്തതിലാണ് പ്രതിഷേധം. ഇന്നലെ നടന്ന റോഡ് ഷോയിൽ പല നേതാക്കളും വിട്ടുനിന്നിരുന്നു. നേതാക്കളെ സംസ്ഥാന നേതൃത്വം ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സൈക്കിൾ റാലി സംഘടിപ്പിച്ച് ചാണ്ടി ഉമ്മൻ. ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒഴിവാക്കിയുള്ള പ്രചാരണമാണ് മണ്ഡലത്തിൽ നടത്തുകയെന്ന് ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ലോകത്താകെ ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വാഹന പ്രചാരണം ഒഴിവാക്കുകയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. കൈപ്പത്തിയാണ് ചിഹ്നം. UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. നിങ്ങൾ പുതുപ്പള്ളിയിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥികൾക്ക് എവിടെയാണെങ്കിലും വോട്ട് ചെയ്യാൻ സഹായിക്കുക. കൈപ്പത്തി, അതുപോലെ ഓട്ടോറിക്ഷ, ഏണി ചിഹ്നം, നിങ്ങളുടെ വലിയൊരു വോട്ടുകൾ ഉണ്ടാവണം. UDF-ന് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. കൈ തരാത്തത് എല്ലാവരും സഹായം ഉണ്ടാവണം. സൈഡിൽ നേടാം. കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. സന്ദീപ് വാര്യരെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് തർക്കം. KPCCയെ അതൃപ്തി അറിയിച്ചുമെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. DCC ഓഫീസിൽ നേതാക്കൾ അടിയന്തര യോഗം ചേർന്നു. ജില്ലയിലെ നേതാക്കന്മാരെ പരിഗണിച്ചില്ലെങ്കിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാനാണ്. അല്ല, അതെന്തായാലും മേലെ നേതാവ് KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയ ശേഷം നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ പാർട്ടിയാണ് എന്തായാലും ഇതിന് വിട്ടുവീഴ്ചയില്ല. ജില്ലയിലെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച. പുറത്തുനിന്നുള്ള ഒരാൾ വേണ്ട. അതാണ് പൊതുവെ എന്തറിയോ, ഇവിടെ ഞാൻ ചെയ്തിട്ട് ഇപ്പൊ എല്ലാ പാർട്ടിയും അങ്ങനെയല്ല തീരുമാനം. ഒരു സീറ്റ് മാത്രമായി മാറും. അതാണ് ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ടത്. വിസ്മയങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ കാലാകാലങ്ങളായി പണിയെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പെരുവഴിയിലാകുകയാണോ? അങ്ങനെയില്ല, അങ്ങനെ ഒരു ഇതില്ല. പക്ഷെ എന്നാലും ജില്ലയിൽ നിന്നുള്ള മുതിർന്ന ആളുകളെ പരിഗണിക്കണമെന്ന് ആവശ്യം. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന K മുഹമ്മദിന് അധികാര സ്ഥാനങ്ങളോടുള്ള ഭ്രമമാണെന്ന് VT ബൽറാം. 1 വർഷത്തോളമായി പാർട്ടിയിൽ നിന്ന് അച്ചടക്ക ലംഘനം നേരിടുന്നയാളാണ് K മുഹമ്മദ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആരുടെയോ ചട്ടുകമായി അദ്ദേഹം മാറുന്നുവെന്ന് VT ബൽറാം കുറ്റപ്പെടുത്തി. തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥിയായ ബൽറാമിനെതിരെയും മുൻ DCC പ്രസിഡന്റും KPCC നിർവാഹക സമിതി അംഗവുമായ CV ബാലചന്ദ്രനെതിരെയും പരസ്യമായി നടത്തിയ വിമർശനത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു VT ബൽറാം.
PCC അംഗമല്ല. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിടുന്ന ആളാണ്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളാണ്. പാർട്ടിയുമായിട്ട് ആ നിലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നും ബന്ധമില്ലാതെ നിൽക്കുന്ന ആളാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ അവിടെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് കോൺഗ്രസിനെതിരെയും UDF-നെതിരെയും ഒരു വലിയ പ്രവർത്തനമൊക്കെ നടത്തിയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പുതുമയുള്ളതല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ മറ്റാരുടെയൊക്കെയോ ഒരു ചട്ടുകമായി അദ്ദേഹം മാറുന്നു എന്നുള്ളതിൽ വലിയ ദുഃഖമുണ്ട്. കാരണം അദ്ദേഹവും ഞാനുമായിട്ട് വലിയ വ്യക്തിബന്ധം ഉള്ള ആളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ വരെ. ഇപ്പോൾ അദ്ദേഹത്തിന് വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഏതായാലും ശരി, അങ്ങനെയുള്ള ഒരാൾ എന്നെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തന്നെ മനസാക്ഷിയോട് നാളെ അദ്ദേഹം മറുപടി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പാലക്കാടിന് ദേശാടന MLA വേണ്ടെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ്. താൻ പാലക്കാടുകാരനാണ്, പാലക്കാടുകാരുടെ MLA ആയിരിക്കും. മറ്റ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ പുറത്തുനിന്ന് വന്നവരാണെന്നും NMR റസാഖ് പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നു. പാലക്കാടിന് സ്വന്തമായിട്ടൊരു MLA ഉണ്ടാകാൻ പോകുന്നു. പാലക്കാടിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ ഈ MLA സ്ഥാനാർത്ഥിത്വം സാധ്യമാകുമെന്ന് കരുതുന്നു. ദേശാടന കളിയല്ല ഞാൻ. ആയതുകൊണ്ട് പാലക്കാട്ടുകാർക്ക് എന്നിൽ നല്ല പ്രതീക്ഷയുണ്ട്. പാലക്കാട്ടുകാർ 100% അത് സാധ്യമാക്കി തരും. പാലക്കാടിൻ്റെ MLA ആയി അടുത്ത വർഷം സ്വതന്ത്രൻ വിജയിച്ചിരിക്കും. പരമ്പരാഗത ശക്തി കേന്ദ്രമായ ചങ്ങനാശ്ശേരി തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി വിനു ജോബ്. CF തോമസിനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് വിനു ജോബിന്റെ പ്രഖ്യാപനം. സിറ്റിംഗ് MLA തോൽപ്പിക്കുക എന്നത് ദുഷ്കരമായ കാര്യമല്ല. ഇടത് ശക്തി കേന്ദ്രമായ തൃക്കൊടിത്താനം ജില്ലാ ഡിവിഷൻ തിരിച്ചുപിടിച്ചതാണ് ആത്മവിശ്വാസമെന്നും വിനു ജോബ് ന്യൂസ് 18നോട് പറഞ്ഞു. UDF-ന്റെ പരമ്പരാഗത മണ്ഡലമായ ചങ്ങനാശ്ശേരി കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ജോബ് മൈക്കിളിലൂടെ നഷ്ടമായി. ചങ്ങനാശ്ശേരി നഷ്ടമായി. എന്തായാലും ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ വിനു ജോബാണ് എത്തുന്നത്. തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ്. തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യമൊന്നുമല്ല. കാരണം എന്നാന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരി ഒരു ജനാധിപത്യ വിശ്വാസികളുടെ ഒരു മണ്ഡലമാണ്. 40 വർഷമായി CF തോമസ് സാറായിരുന്നു അവിടുത്തെ MLA. സാറിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു MLA ആയിരുന്നു. അദ്ദേഹം മന്ത്രിയുമായിരുന്നു. ആ കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ആ സീറ്റ് തിരിച്ചു പിടിച്ച് CF തോമസ് സാറിൻ്റെ പേരിലുണ്ടായിരുന്ന ആ സീറ്റ് തീർച്ചയായിട്ടും ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ സീറ്റ് പിടിക്കും എന്നുള്ളതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുമുണ്ട്. ജനങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്. 100% ഇത്തവണ സിറ്റിംഗ് MLA ആണല്ലോ മത്സരിക്കുന്നത്. അതൊരു വെല്ലുവിളി ഉണ്ടോ? എങ്ങനെയാണ് അത്? സിറ്റിംഗ് MLA 140 സ്ഥലങ്ങളും ഉണ്ടല്ലോ എല്ലായിടത്തും. പക്ഷേ ഏതായിട്ട് മത്സരിക്കുകയും ചെയ്യില്ല. അത് സാരമില്ല. സിറ്റിംഗ് MLA തോൽപ്പിക്കുക എന്ന് പറയുന്ന വലിയ ദുഷ്കരമായ കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കുറിച്ച് മോശം പറയുന്നില്ല. ഞാൻ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ ഒറ്റക്കെട്ടാണ്. എനിക്ക് ചങ്ങനാശ്ശേരിയെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. എൻ്റെ സ്വപ്നം പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. കൊടുത്താനത്തെ ഒരു വിജയമാണോ ഒരു പ്രധാന കോൺഫിഡൻസ് ആയിട്ട് വരുന്നത്? തൃക്കടിത്താനത്തെ വിജയം എനിക്കൊരു നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കി തീർച്ചയായിട്ടും. കാരണം അത് പറയാൻ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. തൃക്കടിത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് 25 വർഷമായിട്ട് ഇടതുപക്ഷം ഭരിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. അവിടെ 8000 വോട്ടിന് പിന്നിൽ നിന്ന UDF പിന്നിൽ നിന്ന അവിടെയാണ് ഞാൻ മത്സരിച്ച് ജയിച്ചത്. അതിനൊരു അഹങ്കാരമായിട്ടൊന്നും പറയുകയില്ല. ഈ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അത് വിജയിച്ചത്. ഒപ്പം തന്നെ ഞാൻ കുറ്റം പറയുന്നില്ല. CPM-ഉം CPI-യും BJP-യും വരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് പല രാഷ്ട്രീയ കക്ഷികളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വിനു ജോബിന് അങ്ങനെ വോട്ട് ചെയ്യാൻ എല്ലാവരും ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഇടപെടൽ അങ്ങനെ തന്നെയാണ്. ഒരു ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമല്ല, ഞാൻ ജയിച്ചു കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്. ആർക്കു വേണ്ടിയും എല്ലാവർക്കും ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് മാത്രം ഞാൻ കാണുന്നു. എന്തുകൊണ്ട് ജോബ് മൈക്കിളിന് ആളുകൾ വോട്ട് ചെയ്യരുത് എന്ന് തീരുമാനിക്കാൻ സാധ്യത? വികസനമാണോ? എന്താണ് അതിൻ്റെ ഒരു റീസൺ? എന്താണ്? പൊളിറ്റിക്കലാണോ? എന്താണ് ജോബ് മൈക്കിളിന് വോട്ട്? എന്തുകൊണ്ട് ആളുകൾ ഇപ്പം ജോബ് മൈക്കിൾ സ്വാഭാവികമായിട്ട് വോട്ട് തേടുന്നു, എന്തുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് അതായത് താങ്കൾക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേരിട്ടുള്ള ചോദ്യം. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളാണോ അല്ല അത് ചെയ്തില്ല എന്നുള്ളതാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അല്ല, ജോബ് മൈക്കിൾ തീർച്ചയായിട്ടും ഒരു MLA നിലയിൽ നമ്മൾ ഓരോരുത്തർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിലെ ഉത്തരവാദിത്തങ്ങൾ പലതുമുണ്ട്. അതിനെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, എന്താണ് ചെയ്തിരിക്കേണ്ടത്, ആവശ്യമുള്ള കാര്യം. പരാജയമാണ് അദ്ദേഹം. ഞാൻ ഒരിക്കലും ഒരു MLA പരാജയമെന്ന് പറയില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാനിപ്പോൾ എന്നെപ്പറ്റി ഞാൻ പറയുന്നു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ചങ്ങനാശ്ശേരിയെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. നല്ലൊരു മാസ്റ്റർ പ്ലാൻ ചങ്ങനാശ്ശേരിയെ പറ്റി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക എന്നുള്ളൊരു കടമയാണ് എനിക്കുള്ളത്. ഈ NSS, ക്രൈസ്തവ സഭകൾ, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ്. അവരുടെയൊക്കെ ഒരു പിന്തുണ എത്ര കിട്ടും? ആനന്ദാശ്രമം, കേരളത്തിലെ ആദ്യത്തെ SNDP
സ്ഥാപനം തുടങ്ങി. ഓക്കെ, അവരുടെ ഒരു പിന്തുണ എത്രത്തോളം താങ്കൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് വലിയ പ്രതീക്ഷയാണ് അവരുടെ പിന്തുണ, തീർച്ചയായിട്ടും. എത്ര ഭൂരിപക്ഷം കിട്ടും ചങ്ങനാശ്ശേരി? ഞാൻ ഭൂരിപക്ഷം എന്താണെങ്കിലും ജയിക്കും എന്നെനിക്ക് ശുഭാപ്തി വിശ്വാസമാണ്, യാതൊരു സംശയമില്ല. എന്തായാലും വിനു ജോബ് ജയിച്ചാൽ അതൊരു പുതിയ ചരിത്രമാകും. കാരണം ചങ്ങനാശ്ശേരി പതിറ്റാണ്ടുകൾ കൈവെള്ളയിലിരുന്ന സ്ഥലമാണ് UDF-നെ സംബന്ധിച്ച്. അത് പക്ഷേ ജോബ് മൈക്കിളിലൂടെ നഷ്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇത്തവണ തിരിച്ചു പിടിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന മറ്റൊരു മണ്ഡലത്തിൽ ഒരു ബലപരീക്ഷണം കൂടിയായി ചങ്ങനാശ്ശേരി മാറും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, News 18. കഴക്കൂട്ടത്ത് ഇത്തവണ ത്രികോണ മത്സരമാണ്. സ്ഥാനാർത്ഥി പട്ടിക വന്നില്ലെങ്കിലും ടി ശരത്ചന്ദ്ര പ്രസാദ് കഴക്കൂട്ടത്ത് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. കഴക്കൂട്ടത്ത് വലിയൊരു പോരാട്ടം, രാഷ്ട്രീയ പോരാട്ടത്തിനാണ് പാർട്ടി അവസരം തരാൻ പോകുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴക്കൂട്ടത്തെ പോരാട്ടം ഞാൻ പണ്ട് യുവജന വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ ആദ്യം മത്സരിക്കണം എന്ന് ആഗ്രഹിച്ച സ്ഥലം കഴക്കൂട്ടമാണ്. കാര്യം എൻ്റെ അമ്മയുടെ കുടുംബം, എൻ്റെ സൗഹൃദങ്ങൾ, ഞാൻ പഠിച്ച കോളേജ്, എൻ്റെ ജീവിതം, ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്നത് ചെമ്പഴന്തി SM കോളേജിൽ നിന്നാണ്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവിടെ ആദ്യമേ മത്സരിച്ച് ജയിച്ചു വന്ന് യൂണിവേഴ്സിറ്റി ചെയർമാനായി. പഴയ കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിഭക്ത യൂണിയൻ. എൻ്റെ രാഷ്ട്രീയം അവിടെ നിന്നാണ് ആരംഭിച്ചത്. പക്ഷേ ഞാൻ തിരുവനന്തപുരത്തും എൻ്റെ താമസ സ്ഥലവും എൻ്റെ ജന്മസ്ഥലവും അവിടെ ആഗ്രഹിച്ച ശരിയാണ്. പക്ഷേ പാർട്ടി എന്നോട് നിർബന്ധിച്ചത് കഴക്കൂട്ടത്ത് മത്സരിക്കണം. വളരെ പ്രാധാന്യമുള്ളൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സ്ഥലമാണ്. നമ്മൾ ഗൗരവമായി എടുക്കുന്നില്ല ഒരു ചിന്ത അവിടുത്തെ വോട്ടർമാർക്കുള്ളത് കൊണ്ട് ഇത്തവണ BJP-യുടെയും പ്രതിപക്ഷത്തിന്റെയും ഉറച്ച സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾ തന്നെ നിൽക്കണം. കാരണം മൂന്നാം പിണറായി ഗവൺമെന്റ് വരാൻ പാടില്ല. അപ്പോൾ നമ്മളെല്ലാം പോരാട്ടത്തിനിറങ്ങണം. അപ്പോൾ ഞാൻ ഓർത്തത് 91-ൽ ആനത്തലവട്ട മാനത്തിനെതിരെ ഞാൻ ആറ്റിങ്ങലിൽ ചെല്ലുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ ആ ഒരു സ്പിരിറ്റോടെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്റെ പേര് ഔദ്യോഗികമായി ആദ്യമേ തന്നെ പറയാതെ വാർത്ത വന്നപ്പോൾ തന്നെ മണ്ഡലത്തിനകത്തുണ്ടായ ഒരു അനുകൂലാവസ്ഥയുണ്ട്. എന്നെ അറിയുന്ന ആളുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത ആളുകൾ, കോൺഗ്രസിന്റെ പോരാട്ടം നന്നായിരുന്നില്ല എന്ന് പരിഭവമുള്ള ആളുകൾ, അവരൊക്കെ എന്നെ വിളിച്ചു. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ഉണർവായത്. ഓക്കെ, ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, BJP A ക്ലാസ് മണ്ഡലമായി കരുതുന്ന അവർക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു മണ്ഡലം, കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയൊരു പുകമറ രാഷ്ട്രീയമായൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിൽ ഏത് ഗുണം ചെയ്യും എന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ? ഞങ്ങളുടെ പോരാട്ടം BJP-ക്കും CPM-നും എതിരെയാണ്. അപ്പോൾ കേരളത്തിലെ UDF-ഉം കോൺഗ്രസുമാണ് ശബരിമല വിഷയത്തിൽ ശക്തമായ നിലപാടുകളെടുത്ത് സമരം ചെയ്ത്. BJP ആ സമയത്ത് ഇവർ നമ്മളുടെ അന്തർധാരയുടെ പേരിൽ ഒന്നും വിടാതെ അവർക്ക് വേണമെങ്കിൽ ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് വരെ ഈ കാര്യത്തിൽ ഇടപെടാൻ സൗകര്യമുണ്ട്. പക്ഷെ അവരൊന്നും ചെയ്തില്ലല്ലോ. പലപ്പോഴും BJP-യിലെ ആളുകൾ പലപ്പോഴും നിശബ്ദരായിരുന്നു. നമ്മുടെ നേതാക്കന്മാർ, UDF നേതാക്കന്മാർ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, BJP എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു. അപ്പം നമ്മൾ ശക്തമായ സമരരംഗത്ത്, പിന്നെ ആരോപണം വന്നപ്പോൾ പേരിന് വേണ്ടി 2 സത്യാഗ്രഹവും ബഹളമൊക്കെ കാണിച്ചതല്ലാതെ ഞങ്ങൾ മണ്ഡലം തലത്തിൽ വരെ സത്യാഗ്രഹം നടത്തിയ പാർട്ടിയാണ്. അതുകൊണ്ട് ശബരിമല വിഷയത്തിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കുകയാണ്. ഉയർത്തിപ്പിടിക്കുമ്പോൾ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് മീൻസ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടാകുന്ന ഒരു മൈനസ്. ഈ വിഷയം ഉയർത്തിപ്പിടിച്ച യുവതീ പ്രവേശന വിഷയം വന്നപ്പോഴടക്കം കോൺഗ്രസ് ആണ് മുമ്പിൽ നിന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലും അതിന്റെ പ്ലസ് UDF-നുണ്ട്. പിന്നെ BJP-യെ സംബന്ധിച്ച് ഇപ്പോൾ മൈനസിലേ ഉള്ളു. വെളിയിറങ്ങി ഒരു ഉള്ള ചോറ് വാങ്ങിച്ച് കഴിക്കാൻ ഹോട്ടലുകളില്ല. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ വിദ്വേഷം തുപ്പുന്ന ഒരു ഗവൺമെന്റായി. അതുപോലെ BJP-യുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു വലിയ പുതുമയൊന്നുമില്ലെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ കൂടെ നിൽക്കുന്നവരും നാട്ടുകാരും പറയുന്നു വലിയ പുതുമ, നമ്മൾ എതിർ സ്ഥാനാർത്ഥിയെ വിമർശിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടൊന്നും പറഞ്ഞു. പക്ഷെ ഈ 2 സ്ഥാനാർത്ഥികൾക്കും അവരുടെ പാർട്ടിയും അവരുടെ മുന്നണിയും ജനങ്ങളുടെ മുന്നിൽ മൈനസാണ്. പ്രത്യേകിച്ച് 10 കൊല്ലത്തിന് ശേഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ BJP-ക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? BJP-ക്ക് വോട്ട് ചെയ്താൽ ഈ ഗവൺമെന്റിനെ മാറ്റാൻ പറ്റൂല. ഈ സർക്കാർ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ UDF സ്ഥാനാർത്ഥിയെ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ആശംസകളും. ഓക്കെ, ഇടതുകോട്ടയായ വൈക്കം തിരിച്ചുപിടിക്കാനുള്ള നിയോഗമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിനിമോൻ ഏറ്റെടുത്തത്. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ CPI നേതാവും വൈക്കം മുൻ MLA-യുമായിരുന്ന K. അജിത് CPI വോട്ട് ചോർത്തുമെന്നതാണ് ബിനിമോന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്. കോൺഗ്രസ് സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്ന സണ്ണി M. കപ്പിക്കാടിന്റെ ആരോപണം തെറ്റാണെന്നും ബിനിമോൻ News 18-നോട് പറഞ്ഞു.
ഇടത് കോട്ടയാണ് ആ വൈക്കം തിരിച്ചു പിടിക്കണം എന്നുള്ളത് UDFന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ്. അവിടെയാണ് പ്രാദേശികമായി ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു കോൺഗ്രസ് നേതാവായ ബിനി മോനെ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വം? ഒരിക്കലുമില്ല. അത് വൈക്കത്തെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, 2 ബ്ലോക്ക് പ്രസിഡന്റുമാർ, അതായത് PD ഉണ്ണി വൈക്കം ബ്ലോക്ക് പ്രസിഡന്റാണ്, MK ഷിബു തലോൽമ ബ്ലോക്ക് പ്രസിഡന്റാണ്, അതുപോലെ നമ്മുടെയൊക്കെ ഏറ്റവും ബഹുമാന്യനായ നേതാവ് മോഹൻ ഡി ബാബു അടക്കം വൈക്കത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും അടക്കം ഈ പ്രിയപ്പെട്ട സീതു യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരടക്കം എനിക്കായി, അതായത് വൈക്കത്തിനായി സംസാരിച്ചതുകൊണ്ടാണ് എനിക്ക് ഇതുപോലൊരു അവസരം കിട്ടിയത്. ഞാൻ ഏറ്റവും ഒരു സാധാരണക്കാരനാണ്. അവിടെ നിന്നും ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ UDF നേതൃത്വം, UDF ടീം, UDF അംഗീകരിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനകീയനായ ഒരു നേതാവിൻ്റെ വളരെയധികം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായും വൈക്കത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് CPI കോട്ടകൾ പല സ്ഥലത്തും വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ വിധി ശനിയാഴ്ച. കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന് പ്രതി സന്ദീപ് കോടതിയോട് പറഞ്ഞു. വധശിക്ഷ നൽകരുതെന്ന് പ്രതിഭാഗം അഭ്യർത്ഥിച്ചു. പ്രതി ചെയ്ത കുറ്റം അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കണമെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. വന്ദന നേരിട്ട ആക്രമണങ്ങൾ പറയവേ കോടതിക്കുള്ളിൽ അച്ഛനും അമ്മയും വിതുമ്പി. എണ്ണവാതക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രായേലും. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG കേന്ദ്രം ആക്രമിച്ചതോടെ ഇറാൻ എല്ലാ അതിരുകളും ലംഘിക്കുകയാണെന്ന് ഖത്തർ പ്രതികരിച്ചു. ഇറാനിലെ സൗത്ത് പാഴ്സ് ഗ്യാസ് ഫീൽഡിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇറാൻ എംബസി ഉദ്യോഗസ്ഥരെ ഖത്തർ പുറത്താക്കി. അതേസമയം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വൈറ്റ് ഹൌസിനോട് പെന്റഗൺ 20,000 കോടി രൂപ ആവശ്യപ്പെട്ടു. യുദ്ധഭീതിയിൽ വിപണികൾ തകർന്നടിഞ്ഞു. സെൻസസ് 1700-ലധികം പോയിന്റ് ഇടിഞ്ഞു. നിഫ്റ്റിയിലും തകർച്ചയാണ്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,175, പവന് 1,13,400. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,705, പവന് 93,640. വെള്ളി ഗ്രാമിന് 260, കിലോയ്ക്ക് 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട്ലൈറ്റ്.